चैनल कैसे हो സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറത്തെ ഭാഗം അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിശേഷം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ. സുന്ദർ ലടുക്ക, ലടുക്ക എന്ന് പറഞ്ഞാൽ പയ്യനാണ്, സുന്ദരനായ പയ്യൻ അല്ലേ. ആ പയ്യനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്, സുന്ദർ എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ചത് അല്ലേ. അതാണ് വിശേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിശേഷൻ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് മാത്രം നമുക്ക് പഠിച്ചാൽ മതിയോ? അല്ല, അത് 4 ടൈപ്പ് ഉണ്ട്. എത്ര ടൈപ്പ് ഉണ്ട്? 4 प्रकार के है ले. നോക്കിക്കേ, എന്താണ്? ഗുണവാചക് വിശേഷൻ, സംഖ്യാവാചക് വിശേഷൻ, പരിമാൺവാചക് വിശേഷൻ, സാർവനാമിക് വിശേഷൻ. അങ്ങനെ 4 ടൈപ്പ് ഓഫ് എന്തുണ്ട്, നമ്മുടെ വിശേഷണം ഉണ്ട്. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് ഗുണവാചകം സംഖ്യാവാചകം പഠിച്ചേക്കാം അല്ലേ. നോക്കിക്കേ, എന്താണ് ഗുണവാചക് വിശേഷൻ എന്ന് പറയുന്നത്? പേരിൽ തന്നെയുണ്ട് ഗുണവാചക്. അപ്പൊ ഗുണത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഗുണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു വിശേഷണമാണ്. നോക്കിക്കോളാം, ഡെഫിനീഷൻ ശ്രദ്ധിച്ചേ മക്കൾ. നോക്കിക്കേ, ഇത് പഠിച്ചോണം. ഡെഫിനീഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, ജോ ശബ്ദ്, ഏത് വേർഡ് ആണോ, ശബ്ദം എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മുടെ ശബ്ദമല്ല, എന്താണ്, വേർഡ് ആണ് എന്നുള്ള കാര്യം മക്കൾ ഓർത്തിട്ടുണ്ടാവല്ലോ അല്ലെ. എന്താണ്? ഏത് ശബ്ദമാണോ കിസി സഖ്യ യാ സർവനാം കെ ഗുൺ, ഏതെങ്കിലും ഒരു സഖ്യ അല്ലെ. സഖ്യ എന്ന് വെച്ചാൽ എന്താണ്? സെറ്റാണ് മിസ്സേ, ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. സഖ്യ എന്ന് വെച്ചാൽ നൗൺ ആണ് എന്ന് എനിക്കറിയാം. യെസ്, നിങ്ങൾക്ക് അറിയാം എന്ന് എനിക്കറിയാം. നോക്കിക്കേ, സർവനാം എന്ന് വെച്ചാൽ എന്താണ്? പ്രോനൗൺ ആയിരുന്നു അല്ലെ. എന്താണ്? പ്രോനൗണിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവനാം അല്ലെ. ഏതെങ്കിലും ഒരു നൗണിന്റെയോ സർവനാമിന്റെയോ. ഇനി ശ്രദ്ധിച്ചോളെ, ഗുൺ അല്ലെ. എന്താണ്? ഗുൺ, ദോഷ്, രംഗ്, രൂപ്, അവസ്ഥ, ആകാർ. എന്തൊക്കെയാണ്? ഗുണത്തിനെ കുറിച്ചോ ദോഷത്തിനെ കുറിച്ചോ. ഗുണം എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവായിട്ട് നമ്മൾ ഒരാളെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഗുണമായി അല്ലേ. ദോഷം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരാളെ കുറിച്ച് പറയാം. ചീത്ത കുട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ചീത്തത് എന്ന് പറയുന്നത് എന്താണ്? ചീത്ത, ദോഷമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വിശേഷണമാണ് അല്ലെ. രംഗ്, രൂപം എന്ന് വെച്ചാൽ എന്താണ്? നിറവും അവരുടെ രൂപവും ഒക്കെ അല്ലെ. ഇപ്പൊ കാല ഘോട, കറുത്ത കുതിര എന്ന് പറയുമ്പോൾ എന്താണ്? കറുത്തത് എന്ന് പറയുന്നത് ആ രംഗ്, അതിന്റെ രൂപത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. പിന്നെ അവസ്ഥ അല്ലെ. അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് അല്ലെ, നമ്മളുള്ള സ്റ്റേറ്റ് അല്ലെ. ഞാനിപ്പോ എന്താണ്? യങ് ആണ് എന്ന് പറയാണ്. ഈ യങ്സ്റ്റർ എന്താണ്? യങ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു അവസ്ഥയാണ് അല്ലെ. ഇപ്പൊ എന്താണ്? ഓൾഡ് ആയിട്ടുണ്ട്. ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആകാർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എന്താണ്? രൂപമാണ് അല്ലെ. രൂപം, ഷേപ്പ് എന്ന് നമുക്ക് പറയാം. വലുത്, പിന്നെ എന്താണ്? നീളമുള്ളത്, ചെറുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ ആകാർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതിൻ്റെയൊക്കെ ആദി ബത്താത്തേ ഹോ, ഇതൊക്കെ പറയുകയാണെങ്കിൽ, അതായത് സഖ്യയുടെയോ സർവനാമിന്റെയോ ഗുണത്തിനെ കുറിച്ചോ ആകാറിനെ കുറിച്ചോ ദോഷത്തിനെ കുറിച്ചോ രംഗ് രൂപിനെ കുറിച്ചോ അല്ലെങ്കിൽ അവസ്ഥയെ കുറിച്ചോ ബത്താത്തേ ഹോ പറയുകയാണെങ്കിൽ വഹ് ഗുണവാചക് വിശേഷൻ കർത്തേ ഹേ, അതിന് നമ്മൾ ഗുണവാചക് വിശേഷൻ എന്നാണ് പറയുന്നത്. അത് എക്സാമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കത്തു കേട്ടോ. നോക്കി, ഒന്നുകൂടി കത്ത് നോക്കിക്കേ. ഗുണ അല്ലെ. ഗുണ വെച്ചിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഈമാൻദാർ ലടുക്ക. ഗുണം എന്ന് വെച്ചാൽ ഗുണമാണ്, പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയാണ് അല്ലെ. ഈമാൻദാർ ലടുക്ക. ഈമാൻദാർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓണസ്റ്റ് എന്നുള്ള മീനിങ് ആയിരുന്നു അല്ലെ. ഓണസ്റ്റ് ആയിട്ടുള്ള ലടുക്ക. ലടുക്ക എന്താണ്? ബോയാണ്. അപ്പൊ ആ ബോയിനെ കുറിച്ച്, അവന്റെ ഒരു ഗുണത്തിനെ കുറിച്ച്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേക്കാണ്. അതെന്തിന് ഉദാഹരണമാണ്? ഗുണവാചക് വിശേഷണ ഉദാഹരണമാണ്. ഓക്കെ, സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. ദോഷം എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ആയിട്ട് ഒരാളെ കുറിച്ച് നമ്മൾ പറയാം അല്ലെ. നോക്കിക്കേ, ഒരാൾ തന്നെ ആവണം എന്നില്ല, ഒരു വസ്തു ആവാം, അല്ലെങ്കിൽ എന്താണ്? ഒരു പ്ലേസ് ആവാം അല്ലെ. സഖ്യ അല്ലെങ്കിൽ സർവനാം, ഇതിൽ പെടുന്ന എന്തു ആവാം എന്നുള്ളത് മക്കൾ ആലോചിച്ചോണം കേട്ടോ. പിന്നെ നോക്കിക്കേ, ദോഷം എന്ന് പറയുന്നത് നോക്കിക്കേ, അതിന് എക്സാമ്പിൾ ബൂര ആത്മി. ബൂര ആത്മി, ചീത്ത ആത്മി അല്ലെ. മോശപ്പെട്ടിട്ടുള്ള ആര്? ആത്മി, മനുഷ്യൻ എന്ന് പറയാണ്. ബൂര എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവായിട്ട് അയാളെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു അല്ലെ. അടുത്ത നോക്കിക്കേ, രംഗ് രൂപ്. രംഗ് രൂപ് എന്ന് വെച്ചാൽ എന്താണ്? നിറം അല്ലെങ്കിൽ എന്താണ്? രൂപം അല്ലെ.
കാലാഘോട മിസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. ബ്ലാക്ക് എന്താണ്? ഹോഴ്സ് അല്ലെ. കാലാഘോട എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാക്ക് ഹോഴ്സ്. ആ ഹോഴ്സിന്റെ രംഗിനെ, നിറത്തിനെ, കളറിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഒരു കാല എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കാല എന്താണ് ഇവിടെ? വിശേഷൺ ശബ്ദമാണ്. അത് ഗുണവാചക് വിശേഷൺ ശബ്ദമാണ്. ആക്കാർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞേ നോക്കിക്കേ. ലംബി സടക്. ലംബി സടക് എന്ന് വെച്ചാൽ എന്താ? നല്ല ലോങ് ആയിട്ടുള്ള സടക്ക് എന്താണ്? റോഡാണ് അല്ലെ. നല്ല ലോങ് ആയിട്ടുള്ള റോഡ്. അപ്പം ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്? ഭയങ്കര വലുതായിട്ടുള്ള, ചെറുതായിട്ടുള്ള, അങ്ങനെ നമ്മുടെ എന്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്? ഷേപ്പിനൊക്കെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഒരു ദൂരത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഈ ആക്കാർ ഉപയോഗിക്കും. ഈ ആക്കാർ വിശേഷണമാണ് അല്ലെ. അപ്പം അതൊരു ഗുണവാചക് വിശേഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി അവസ്ഥ പറയാണ്. അവസ്ഥ പറയാണ് എന്താണ്? ബൂഡി കാക്കി. ബൂഡി എന്ന് വെച്ചാൽ എന്താണ്? ഓൾഡ് എന്നുള്ള അർത്ഥമാണ്. കാക്കി എന്താണ്? ആന്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കാക്കി എന്ന് പറയുന്നത് അല്ലെ. ഓൾഡ് ആയിട്ടുള്ള ആന്റി. ഈ ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ. ഈ എന്താണ്? ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്താണ്? ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ ആ അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് പറയും? വിശേഷൻ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അത് ഏതിൽ പെടുന്നതാണ്? ഗുണവാചക് വിശേഷനിലാണ്. ഗുണവാചക് വിശേഷനിലാണ്. ഓക്കെ സെറ്റ്. മനസ്സിലായിട്ടുണ്ട്. ഗുണവാചക് എന്ന് വെച്ചാൽ എന്താണ്? ഗുണത്തിനെ കുറിച്ച്, രംഗ്, രൂപ്, ആക്കാർ, അവസ്ഥ ഇതിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിനൊക്കെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് വിശേഷൻ ആണ്. ഗുണവാചക് വിശേഷനാണ്. ഓക്കെ സെറ്റ്. മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ആളാരാണ്? സംഖ്യാവാചക് വിശേഷൻ. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സാധനമാണ്. എന്താ? സംഖ്യാവാചക് വിശേഷൻ. സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്? നമ്പേഴ്സ് ആണെന്ന് നമുക്കൊക്കെ അറിയാലോ. അപ്പൊ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഖ്യാവാചക് വിശേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ ഡെഫിനിഷൻ ശ്രദ്ധിച്ചേ. जो शब्द ഏത് വേർഡാണോ സഖ്യ യാ സർവനാമക്കി, നൗണിന്റെയും, സഖ്യം സർവനാമം ഇനി എഴുതണ്ടല്ലോ. നോക്കിക്കേ, നൗണാണ് സഖ്യ, സർവനാമം എന്താണ്? പ്രോനൗൺ ആണ് അല്ലെ. പ്രോനൗണിന്റെയോ അല്ലെങ്കിൽ നൗണിന്റെയോ സംഖ്യാകാ ബോധ് അല്ലെ. എന്താണ്? സംഖ്യാകാ ബോധ്. അതിൻ്റെ നമ്പേഴ്സിനെ കുറിച്ചിട്ട് ഒരു ബോധം. ബോധം എന്ന് വെച്ചാൽ എന്താണ്? ആ ബോധം തന്നെയാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക, ആ ഒരു ബോധം ഉണ്ടാവുക. ഒന്നുമില്ല, എന്താണ്? 5 പെൺകുട്ടികൾ. 5 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടികൾ എന്ന് പറയുന്ന ആ സഖ്യയുടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇത്ര ആൾക്കാരുണ്ട് അല്ലെ. എണ്ണം പറയാണ് നമ്മൾ 5 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ എന്താണ്? സംഖ്യാകാ ബോധ അല്ലെ. സഖ്യയുടെയോ സർവനാമിന്റെയോ നൗണിന്റെയോ പ്രോനൗണിന്റെയോ സംഖ്യ, നമ്പേഴ്സിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ ഉനെ അതിനെ സംഖ്യാവാചക് വിശേഷൻ കർത്തേ ഹേ. എന്താ പറയുന്നത്? സംഖ്യാവാചക് വിശേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ സെറ്റ്. മനസ്സിലായിട്ടുണ്ട്. ഇനി എക്സാമ്പിളും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കത്താൻ പോവാണ്. നോക്കിക്കോളാം. എക്സാമ്പിളിന് മുമ്പേ നമുക്ക് ഒരാൾക്കാരും കൂടി പഠിക്കാനുണ്ട്. ഈ ഒരു സംഖ്യാവാചക് എന്ന് പറയുന്ന നമ്മുടെ വിശേഷൻ 2 ടൈപ്പ് ഉണ്ട്. എന്താണ്? ദോ പ്രകാർ കെ ഹോത്തേ ഹേ. പ്രകാർ എന്ന് വെച്ചാൽ എന്താണ്? ടൈപ്സ് എന്നുള്ള അർത്ഥമാണ്, ടൈപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദോ പ്രകാർക്കെ 2 ടൈപ്പ് ആണുള്ളത്. നോക്കിക്കേ, എന്താണ്? നിശ്ചയ് സംഖ്യാവാചക് അല്ലെ. ഇത് നിശ്ചയ് എന്നാണ് കേട്ടോ മക്കളെ. എന്താണ്? നിശ്ചയ് സംഖ്യാവാചക് അല്ലെങ്കിൽ നിശ്ചിത് സംഖ്യാവാചക് എന്ന് തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. എന്താണ്? നിശ്ചിത് സംഖ്യാവാചക്. നിശ്ചിതിന്റെ അർത്ഥം എന്താണ്? യെസ്, നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പറയാൻ പറ്റും. അതായത് 5, 1, 1 ആണ്, 2 ആണ്, 3 ആണ്. കറക്റ്റ് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റും. എവിടെ? നിശ്ചിത സംഖ്യാവാചകിൽ. എക്സാമ്പിൾ ശ്രദ്ധിച്ചേ മക്കള്. 3 ലड़के, 3 ബോയ്സ്, 3 ആൺകുട്ടികൾ അല്ലേ. 5 പുസ്തക്. എന്താണ്? 5 പുസ്തകേ, 5 ബുക്സ് അല്ലെ. പുസ്തകേ എന്ന് വെച്ചാൽ എന്താണ്? ബുക്സ് ആണ് അല്ലെ. അപ്പൊ 5 ബുക്സ് അല്ലെങ്കിൽ 1 പെൺകുട്ടി, 1 ആൺകുട്ടി, 1 ബോയ് എന്നൊക്കെ നമുക്ക് കറക്റ്റ് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? നമ്പർ പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് നിശ്ചിത സംഖ്യാവാചകാണ്. നിശ്ചിതാണ്, നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും അല്ലെ. നിശ്ചിത സംഖ്യാവാചക്. അടുത്ത 2ാമത്തെ ടൈപ്പ് നോക്കിക്കേ, അനിശ്ചിത് സംഖ്യാവാചക്. അനിശ്ചിത് സംഖ്യാവാചക്. ഇതിനൊരു പ്രശ്നമുണ്ട്. കറക്റ്റ് നമ്പർ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്താണ്? ഒന്ന് ഊഹിക്കാനേ പറ്റത്തുള്ളൂ. നോക്കിക്കേ, കുച്ച് ലോക്. കുച്ച് ലോക് എന്ന് വെച്ചാൽ എന്താണ്?
സം പീപ്പിൾ അല്ലേ, സം പീപ്പിൾ, കുറച്ച് ആൾക്കാർ. അത് എത്ര ആൾക്കാരാണെന്ന് നമുക്കറിയോ? നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അത് അനിശ്ചിതാണ് അല്ലേ. അടുത്ത് നോക്കിക്കേ, ബഹുത് സി ലड़कियां, ബഹുത് സി ഒരുപാട്, many girls ഒരുപാട് പെൺകുട്ടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഹുത് സി ലड़कियां എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ബഹുത്, കുച്ച് എന്നൊക്കെ പറയുന്നത് എന്താണ്? സംഖ്യാവാചക് വിശേഷണമാണ്. അതിൽ തന്നെ അനിശ്ചിത വാചക് സംഖ്യാവാചകാണ് അല്ലെ. എന്താ? അനിശ്ചിത സംഖ്യാവാചകാണ് എന്നുള്ള കാര്യം മക്കളെ ആലോചിക്കാം. അപ്പം ഒന്നുമില്ല, സംഖ്യാവാചക് വിശേഷണം എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണുള്ളത്, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നിശ്ചിതാണ്, കറക്റ്റ് സംഖ്യകൾ പറയാൻ പറ്റും, 5 ലഡ്കെ, പിന്നെന്താണ് 5 പുസ്തകെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അനിശ്ചിതാണ്, നമുക്ക് സംഖ്യകൾ നമ്പേഴ്സ് പറയാൻ പറ്റത്തില്ല. കുച്ച് ലോഗ്, കുറച്ച് പീപ്പിൾസ്, കുറച്ച് ആളുകൾ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ കുച്ച്, ബഹുത്ത് എന്ന് പറയുന്നത്, 3, 5 എന്നൊക്കെ പറയുന്നത് വിശേഷൺ ശബ്ദമാണ് എന്നുള്ള കാര്യം മക്കൾ ആലോചിച്ചോളാം. അപ്പം ഗുണവാചകവും സംഖ്യാവാചകം നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്. അടുത്തതിൽ സാർവനാമികവും പരിമാൺ വാചകവുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ബൈ.